അഹമ്മദാബാദ് AICC സമ്മേളനം അവസാനിക്കുമ്പോൾ പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രാപ്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനായോ? ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി യോഗം പോലും വിളിക്കാനായിട്ടില്ല. യോജിച്ച പോരാട്ടം വേണമെന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നിർദ്ദേശം ഏറ്റെടുക്കാനും മോദി സർക്കാരിനെതിരെ സമരം ചെയ്യാനും കോൺഗ്രസ് തയ്യാറാകുമോ? തർക്കരഹിതമായി PCC പുനഃസംഘടനകൾ നടത്താൻ ഹൈക്കമാൻഡിനാവുമോ? ചോദ്യങ്ങൾ നിരവധിയാണ്. കേരളം മാത്രം പരിശോധിച്ചാൽ തന്നെ ഹൈക്കമാൻഡിൻ്റെ പുനഃസംഘടനയിലെ ശേഷിക്കുറവ് തിരിച്ചറിയാം. കെ സുധാകരനെ മാറ്റാൻ VD സതീശൻ കാലങ്ങളായി പരിശ്രമിക്കുന്നു. കെ സുധാകരൻ ആ നീക്കത്തെ ചെറുക്കുന്നു. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. KC വേണുഗോപാലിൻ്റെ സ്വാധീനത്തിനും പുനഃസംഘടനാ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ടില്ല. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിൽ അഴിച്ചുപണി വേണമെന്നാണ് നേതാക്കൾ AICC സമ്മേളനത്തിനിടയിലും മാധ്യമങ്ങളോട് പറഞ്ഞത്. വിശാല പുനഃസംഘടന അത്യാവശ്യമെന്നാണ് UDF കൺവീനർ MM ഹസനും കെ സുധാകരനെ മാറ്റുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫും പറഞ്ഞു. 2025 കോൺഗ്രസിനെ സംബന്ധിച്ച് അഴിച്ചുപണിയുടെ കാലമെന്നാണ് നേതാക്കൾ മുൻപ് തന്നെ പറഞ്ഞു വെച്ചത്. കോൺഗ്രസിലെ അഴിച്ചുപണി പണിയാകുമോ?